ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ചൂടുകാലമാണ്. ചൂടിലേക്ക് നമുക്ക് കടന്നേക്കണേണ്. വേനൽക്കാലമായിട്ടുണ്ട്. അപ്പോൾ ചൂടിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരു മിൽക്ക് ഷേക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈന്തപ്പഴം കൊണ്ടുള്ള മിൽക്ക് ഷേക്കാണ് ഇത്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല മധുരമാണ്, വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി ചൂടിൽ നിന്നൊക്കെ ഡ്രിങ്ക് കുടിച്ച് ഒരു ആശ്വാസം ഉണ്ടാവും ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് ഈന്തപ്പഴം പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുരു മാറ്റിയിട്ട് രണ്ടായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ രണ്ടായിട്ട് ഞാൻ ഈന്തപ്പഴമൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മിക്സി ജാർ കഴുകി അതിലേക്ക് ഇടണേണ്. ഗൈസ്, ഞാൻ ഈന്തപ്പഴം ഇട്ട് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഐസ് ക്യൂബും കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 2 സ്പൂണേ ഇടുന്നുള്ളൂ പഞ്ചസാര. ഷുഗർ കൂടുതൽ വേണ്ടവർക്ക് നല്ലോണം ഇടാം കേട്ടോ. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് പാൽ ഒഴിക്കണേണ്. അപ്പം ഞാൻ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ജാർ അടക്കണേണ്. എന്നിട്ട് മിക്സി ഓൺ ചെയ്യാൻ പോണേണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈന്തപ്പഴം മിൽക്ക് ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്യാൻ പോണേണ്. ഗൈസ്, നമുക്ക് വേണമെങ്കിൽ പാല് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടപ്പാൽ എടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഇവിടെ മിക്കുവിന് തൊണ്ടവേദന എടുക്കണ്ടല്ലോ എന്നോർത്താണ് ഇങ്ങനെ പാല് അധികം കട്ടയാക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് ഒഴിക്കണത്. അപ്പോൾ മിക്കുകൂട്ടൻ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. എല്ലാം തൊട്ടൊക്കെ നോക്കുന്നുണ്ട്, തണുപ്പുണ്ടെന്നൊക്കെ പറയാനുണ്ട് എന്നോട്. അപ്പോൾ മിക്കുവിന് ഷേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷേക്കും ഐസ്ക്രീമും മിഠായിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീം തൊട്ടടുത്തുണ്ട്, അതും മിക്കു തൊട്ട് നോക്കണുണ്ട്. അപ്പോൾ മിക്കുതേ എൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഞാൻ അപ്പോൾ മിക്കുവിനുള്ള ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മിക്കുവിന് നമ്മൾ ചെറിയ ഗ്ലാസ്സിലാണ് കൊടുക്കണത്, കാരണം ഐസ് ഇട്ടങ്ങണോണ്ട് തണുപ്പ് കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ 4 ഗ്ലാസ്സിലും മിൽക്ക് ഷേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബേസിൻ മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഐസ്ക്രീം ഇടാൻ പോണേണ്. ഗൈസ്, ഐസ്ക്രീം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഈന്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഓരോ ഗ്ലാസിൻ്റെ മീതെ ഇട്ട് കൊടുക്കണതാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങളിത് മിൽക്ക് ഷേക്ക് കുടിക്കാൻ പോണേണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യണം, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാവർക്കും ഈന്തപ്പഴം കിട്ടിയതുപോലെയൊക്കെ ചെയ്യുക. വളരെ ടേസ്റ്റിയുള്ള മിൽക്ക് ഷേക്കാണ്, നല്ല മധുരമൊക്കെയാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൽ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.